Hi friends, ഇന്നത്തെ വീഡിയോ ഒരു സ്ക്വയർ നെക്ക് ബ്ലൗസിന്റെ ബാക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് നമ്മൾ ബ്ലൗസിന്റെ നമ്മുടെ ഹെമ്മിങ് ചെയ്യാനുള്ള പീസ് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി കേട്ടോ, ഇത് നമ്മുടെ ബ്ലൗസിന്റെ കേട്ടോ നമ്മുടെ കഴുത്തിന്റെ സ്ക്വയർ ബാക്ക് ഭാഗം നമ്മളിത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആ ഒരു പീസിനെ നമ്മൾ നേരത്തെ മടക്കി വെച്ചതുപോലെ തന്നെ കട്ട് ചെയ്തതുപോലെ തന്നെ കറക്റ്റായിട്ട് വെക്കുക. അതിനുശേഷം നമ്മളൊരു പീസ് നമ്മുടെ കട്ട് ചെയ്തതിന് ശേഷം അധികം വരുന്ന പീസാണിത്. ഈ ഒരു പീസിനെ നമുക്ക് ആവശ്യമുള്ള വീതിയിലേക്ക് ഇതുപോലെ മടക്കിയെടുക്കുക. കേട്ടോ, ഇതുപോലെ നേരെ കേട്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് മടക്കിയെടുക്കുക. ഇതുപോലെ കറക്റ്റ് മടക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ ബാക്ക് പീസിനെ ഈ ഒരു പീസിൽ ഇതുപോലെ വെക്കുക. കേട്ടോ, ഇതുപോലെ വെച്ച് കൊടുക്കുക. നേരെ പകുതിയായിട്ടാണ് നമ്മൾ ബാക്ക് പീസ് മടക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ കണ്ടോ, നമുക്ക് ഒരു ഇഞ്ച് 1.25 ഇഞ്ചൊക്കെ ഇവിടെ തുണി കിട്ടുന്ന രീതിയിൽ വേണം നമ്മളിത് വെക്കുവാൻ. ഇതുപോലെ വെക്കുക. ഇതുപോലെ വെക്കുമ്പോൾ നമ്മുടെ ഈ ഒരു കഴുത്തിന്റെ അകലം, നമ്മൾ മുകളിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന കഴുത്തിന്റെ അകലം എത്രയാണോ അതിനനുസരിച്ച് കറക്റ്റ് വെച്ച് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ കഴിയുകയുള്ളൂ വൃത്തിയോടുകൂടി. എന്നിട്ട് നമുക്ക് അവിടെ ഒരു മാർക്കിംഗ് കൊടുക്കാം. അപ്പോൾ നമുക്ക് തെന്നിമാറി പോവാതെ കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ കഴിയും. കേട്ടോ, ഇതുപോലെ വെച്ച് കൊടുത്തു. അതിനുശേഷം നമ്മൾ ബാക്ക് കഴുത്ത് കട്ട് ചെയ്തിരിക്കുന്ന അതേ അളവിൽ നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. കേട്ടോ, നമ്മുടെ കഴുത്തകലത്തിനേക്കാൾ കൂടുതൽ വീതിയിൽ വേണം ആദ്യം പീസ് മടക്കിയെടുക്കുവാൻ. കേട്ടോ, ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു ബാക്ക് പീസ് ഇവിടെ നിന്ന് മാറ്റുന്നു. ഇനി നമുക്കിവിടെ ഒരു 1.25 ഇഞ്ച്, 1 ഇഞ്ച് 1.25 ഇഞ്ചൊക്കെ നമുക്കിത് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള വീതിയിൽ നമുക്ക് തയ്ച്ചെടുക്കുവാൻ വേണ്ടി നമുക്ക് 1 ഇഞ്ചിൽ കുറയുവാൻ പാടില്ല. 1 ഇഞ്ചിൽ കുറഞ്ഞാൽ വൃത്തി ഉണ്ടാവില്ല. 1 ഇഞ്ച് 1.25 ഇഞ്ചൊക്കെ നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്തെടുക്കും. അപ്പൊ നമുക്ക് ഈ ഒരു പീസ് കണ്ടോ ഇതുപോലെയാണ് കിട്ടുക. കണ്ടോ, ഇതുപോലെ കിട്ടും. ഇനി ഈ ഒരു പീസിന്റെ ഒരു സൈഡ് വശം കണ്ടോ, ഈ ഒരു സൈഡ് വശം നമ്മൾ ആദ്യം ഒന്ന് ഒരു പോയിന്റ് വീതിയിൽ നമുക്കൊന്ന് മടക്കി തയ്ക്കാം. ചെറിയൊരു മടക്കിൽ നമുക്കിത് ഹെമ്മിങ് ചെയ്യാനുള്ള ഭാഗമാണ്. അപ്പൊ നമുക്കത് ഇതുപോലെ കറക്റ്റ് എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ നമുക്ക് മടക്കി കൊടുക്കാം. ഇവിടെ നിന്ന് കണ്ടോ മുകളിലോട്ട് ഇതുപോലെ മടക്കി ഈ ഒരു കോൺ വരെ സ്റ്റിച്ച് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഭാഗത്തേക്കും കണ്ടോ ഇതേ രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്യുമ്പോൾ കറക്റ്റ് അളവിൽ നമുക്ക് കിട്ടുകയുള്ളൂ. കേട്ടോ, ആ ഒരു കോണൊക്കെ കറക്റ്റായി മടക്കിയെടുത്ത് നമുക്ക് ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്യാം. ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്യാം. അപ്പൊ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ബാക്ക് പീസിനെ നമ്മളിത് ബാക്ക് പീസിലാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ബാക്ക് പീസിനെ നമ്മൾ ഇതുപോലെ മടക്കാട്ടോ. നമ്മുടെ ഉൾവശം അതാണ് മാർക്ക് ചെയ്ത ഭാഗമാണ്. നല്ല വശം ഇതുപോലെ മുകളിൽ വരുന്ന രീതിയിൽ വെച്ച് നമ്മൾ ആ ഒരു മടക്കി തയ്ച്ചിട്ടുള്ള ഭാഗവും നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ മുകളിൽ ഇതുപോലെ വെച്ച് കണ്ടോ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു അളവിനനുസരിച്ച് വെച്ച് കൊടുത്ത് ഇവിടെ നിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മുടെ ഈ ഒരു ബാക്ക് സ്ക്വയറിനൊക്കെ നമുക്ക് 2 രീതിയിൽ തയ്ച്ചെടുക്കാൻ പറ്റും. ഇതിൽ നമ്മൾ ഈസിയായി ചെയ്തെടുക്കാൻ കഴിയുന്നു. നല്ല വൃത്തിയോടുകൂടി തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു മെത്തഡാണ് നമ്മളിത് കാണിച്ചു വരുന്നത്. മറ്റൊരു രീതിയിലും കൂടി ഇത് നമുക്ക് ചെയ്തെടുക്കാം. നമ്മൾ അത് അടുത്ത വീഡിയോകളിൽ നമ്മൾ കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇവിടെ കണ്ടോ ഈ ഒരു ബാക്ക് പീസിന്റെ ഈ ഒരു സ്ക്വയർ വരുന്ന ഭാഗത്ത് 2 ഭാഗത്തും ചെറിയൊരു കട്ടിങ് കൊടുക്കുക. നമ്മുടെ ആ ഒരു സ്റ്റിച്ച് കട്ട് ചെയ്ത് പോകാത്ത രീതിയിൽ ഇതുപോലെ ഒരു കട്ടിങ് കൊടുത്ത് അതിനുശേഷം നമുക്കിവിടെ നല്ലവണ്ണം ഒന്ന് നഖം വലിച്ചു കൊടുക്കുക. കണ്ടോ,
വലിഞ്ഞു പോകാനൊന്നും പാടില്ല. വലിഞ്ഞൊന്നും പോകാത്ത രീതിയിൽ നല്ലവണ്ണം ഒന്ന് നഖം വലിച്ച് ഈ ഒരു ഭാഗം ഇവിടെ പ്രസ് ചെയ്ത് വെക്കുക. ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മളിപ്പോൾ തയ്ച്ചിട്ടുള്ള ഈ ഒരു പീസിന്റെ മുകളിൽ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക. ഇതുപോലെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടെ നമുക്കൊരു കോൺ രൂപത്തിലാണ് ഉണ്ടാവുക തുണി. അപ്പോൾ അതൊന്നും നമുക്ക് ആ ഒരു കോണ് പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാതെ നല്ല വൃത്തിയോടുകൂടി കറക്റ്റായി സ്റ്റിച്ച് ചെയ്തെടുക്കുക. മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പാടില്ല. അവിടെ ഒരു മടക്കാണ് ഉണ്ടാവുക. ആ ഒരു മടക്ക് അതേ രീതിയിൽ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സൈഡിൽ കൂടി പരമാവധി സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്താൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും. അപ്പം നമ്മളിതിൻ്റെ മുകളിൽ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഉണ്ടോ, നമ്മുടെ ഈ ഒരു പീസ് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ ഉൾവശത്തേക്ക് ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്ത് നമുക്ക് ആ സൈഡിൽ കൂടി ഒന്ന് നഖം വലിച്ചു കൊടുക്കാം. കണ്ടോ, നമുക്ക് ആ ഒരു സ്ക്വയർ ഭാഗമൊക്കെ കണ്ടോ നല്ല വൃത്തിയോടുകൂടി തന്നെ സ്ക്വയറായി വന്ന് നമ്മുടെ ഹെമ്മിങ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്കത് വൃത്തിയോടുകൂടി നമുക്കതവിടെ പതിഞ്ഞ് നിൽക്കുന്നുണ്ട്. കണ്ടോ, നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ് ഇതുപോലെയാണ് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ ഈ ഒരു സൈഡിൽ കൂടി നമുക്കിത് ഹെമ്മിങ് ചെയ്തെടുക്കാം. അപ്പം നമുക്കിത് ഇതുപോലെ ഹെമ്മിങ് ചെയ്തെടുക്കാം. നമുക്കിതിൻ്റെ ഫ്രണ്ട് ഭാഗവും അതേ രീതിയിൽ നമ്മൾ എങ്ങനെയാണോ ഷേപ്പ് കൊടുത്തിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ നമുക്ക് ഷേപ്പോടുകൂടി തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു കോൺവശം കണ്ടോ, ഈ ഒരു സ്ക്വയർ വരുന്ന ആ ഒരു ഭാഗവും നമുക്ക് അതേ രീതിയിൽ തന്നെ കറക്റ്റ് വെച്ച് നമുക്ക് അവിടെ ഒന്ന് കെട്ടിട്ട് ഹെമ്മിങ് ചെയ്യാം. ഇനി നമ്മൾ ഇതുപോലെ നമ്മുടെ ഈ ഒരു ഭാഗവും ഇതുപോലെ ഹെമ്മിങ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തുള്ള ആ ഒരു കോൺവശം നമ്മുടെ ആ ഒരു സ്ക്വയർ വരുന്നുള്ള ആ ഒരു വശത്തും നമ്മൾക്ക് കറക്റ്റായിട്ട് ഇവിടെയും നമുക്ക് ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്ത് ചുളുക്കൊന്നും വരാത്ത രീതിയിൽ നമുക്കതിവിടെ ഹെമ്മിങ് ചെയ്തെടുക്കാം. കണ്ടോ, ഈ ഒരു കോൺവശം നമുക്കൊന്ന് കെട്ടി ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ മുകളിലേക്കും നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം, ഹെമ്മിങ് ചെയ്തെടുക്കാം. ഇതുപോലെ മുകളിലേക്ക് നമുക്ക് ഹെമ്മിങ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നമ്മളിത് ഹെമ്മിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ കണ്ടോ, ഇതിൻ്റെ ഉൾവശമാണിത്. നമുക്ക് നല്ല വൃത്തിയോടുകൂടി ആ ഒരു കോണൊക്കെ കണ്ടോ നല്ല വൃത്തിയോടുകൂടി ഹെമ്മിങ് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല വശമാണിത്. നല്ല വൃത്തിയോടുകൂടി തന്നെ നമുക്ക് ഹെമ്മിങ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് എക്സ്ട്രാ തുണിയൊക്കെ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നാൽ നമുക്ക് എക്സ്ട്രാ തുണികൾ കുറവാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി